യാസീൻ വിശുദ്ധ ഖുർആനിനെ പരിചയപ്പെടുത്തുന്നു. ജീവനുണ്ടോ നിങ്ങൾക്ക്? ബോധമുണ്ടോ നിങ്ങൾക്ക്? ബോധമണ്ഡലം നിലച്ചു പോകാത്ത സ്വബോധമുള്ള സമയത്താണ് വിശുദ്ധ ഖുർആൻ പഠിക്കേണ്ടത്. ചോരത്തിളപ്പുള്ള യൗവനത്തിൽ ഖുർആൻ പഠിക്കാതെ ഗാനങ്ങളുടെ പിന്നാലെ മറ്റേതിന്റെങ്കിലും പിന്നാലെ നീ സഞ്ചരിക്കുന്നുവെങ്കിൽ ഓർക്കണം, ജീവനുള്ളപ്പോൾ നിന്നെ താക്കീത് നൽകാനുള്ള ഗ്രന്ഥമാണിത്. ഈ സമയത്ത് നീ മറ്റുള്ളവരെ താക്കീത് ചെയ്യുക, നീ താക്കീത് സ്വീകരിക്കുക. ലിയുൻദിറ മൻ കാന ഹയ്യ, ജീവിച്ചിരിക്കുന്നവർക്ക് താക്കീത് നൽകാനുള്ള ഗ്രന്ഥം അത്രേ ഖുർആൻ. അതെ, താക്കീത് നൽകാൻ സന്നദ്ധമാകണം, താക്കീത് സ്വീകരിക്കാൻ മനസ്സുണ്ടാകണം. വയഹിഖൽ ഖൗൽ അലൽ കാഫിരീൻ, ഒരു കാരണവശാലും ഈ വാക്കുകൾ അംഗീകരിക്കാതെ കാഫിറുകളായി പോകരുത് എന്നർത്ഥം. അതിനുവേണ്ടിയാണ് വിശുദ്ധ ഖുർആൻ അവതീർണമായത് എന്ന്. സഹോദരങ്ങളെ, സഹോദരികളെ, എന്നിട്ടും അള്ളാഹുവിനെ അംഗീകരിക്കാൻ കഴിയുന്നില്ലേ? എന്നിട്ടും പടച്ച തമ്പുരാന്റെ കൽപ്പന സ്വീകരിച്ച് യാസീൻ ഓതി മാത്രം പോകുന്നതിലപ്പുറം അതിന്റെ പ്രവർത്തന തലങ്ങൾ ജീവിതത്തിന്റെ പ്രാവർത്തിക പദത്തിൽ കൊണ്ടുവരാൻ കഴിയുന്നില്ലേ? വിശ്വാസമാകുന്നില്ലേ? ഉറക്കുന്നില്ലേ? അംഗീകരിക്കാൻ ധൈര്യം വരുന്നില്ലേ? നീ ഒരു കാര്യം കൂടെ ആലോചിക്ക്. നിന്റെ ശരീരത്തെ, നിന്റെ സൃഷ്ടിപ്പിനെ, നിന്റെ ശരീരത്തിലെ ബാഹ്യാന്തര അവയവങ്ങളെ കുറിച്ച്, സങ്കീർണമായ ഫാക്ടറിയായ ഈ ശരീരത്തെയും അതിന്റെ പ്രവർത്തനങ്ങളെയും കുറിച്ച് നീ ഒന്നുകൂടെ ആലോചിക്കണം എന്ന് യാസീൻ സൂറത്ത് ഓതി അവസാനിക്കുന്നതിന് മുമ്പ് മനുഷ്യന്റെ ശ്രദ്ധയെ ഒന്നുകൂടെ തട്ടിയുണർത്തുന്നു വിശുദ്ധ ഖുർആനിലെ യാസീനിലെ അവസാന ഭാഗത്തിലൂടെ പടച്ച തമ്പുരാൻ. എങ്ങനെയാ പറയുന്നത് നോക്കൂ നിങ്ങൾ. അവലം യറൽ ഇൻസാൻ, മനുഷ്യൻ നോക്കിക്കാണുന്നില്ലേ? മനുഷ്യന് കാണാൻ കഴിയുന്നില്ലേ? മനുഷ്യനൊന്ന് ആലോചിക്കുന്നില്ലേ? അന്നാ ഖലഖനാഹു മിൻ നുത്ഫ, അവനെ നാം കേവലം അറുപ്പും വെറുപ്പും ഉളവാക്കുന്ന ഒരു ജലത്തുള്ളിയിൽ നിന്ന്, ഇന്ദ്രിയത്തുള്ളിയിൽ നിന്ന്, ശുക്ലബിന്ദുവിൽ നിന്നാണ് നാം അവനെ പടച്ചതെന്ന് മനുഷ്യൻ എന്തേ ആലോചിക്കാത്തത്? കേവലം ശുക്ലബിന്ദുവിൽ നിന്ന് പടക്കപ്പെട്ട, സൃഷ്ടിക്കപ്പെട്ട ഈ മനുഷ്യൻ കണ്ടോ, ഫഇദാ ഹുവ ഖസീമും മുബീൻ, തർക്കിച്ച് നടക്കുക നാട്ടിലൂടെ, അഹങ്കാരം നടിച്ച് നടക്കുക നാട്ടിലൂടെ. കവി ചോദിച്ചിട്ടുണ്ട്, നീ ജനിച്ചപ്പോൾ നിന്നെ എടുക്കണമായിരുന്നു മറ്റുള്ളവർ, നീ മരിച്ചു പോകുമ്പോഴും നിന്നെ എടുക്കണം അല്ലേ? പക്ഷേ ഇങ്ങനെ ജനിച്ചപ്പോൾ എടുക്കേണ്ടിയിരുന്ന, മരണപ്പെടുമ്പോഴും എടുക്കേണ്ടി വരുന്ന നീ ഈ ജനനത്തിനും മരണത്തിനുമിടക്ക് അല്പകാലം നീ സ്വന്തം രണ്ട് കാലിൽ എഴുന്നേറ്റ് നടന്നു എന്നതിന്റെ പേരിൽ അഹങ്കരിക്കാൻ അവകാശമുണ്ടോ മനുഷ്യ എന്ന്? ഉണ്ടോ? അഹങ്കരിക്കാൻ അവകാശമുണ്ടോ? ആരായിരുന്നു ഇന്ദ്രിയത്തുള്ളിയിൽ നിന്ന് പുറത്തു വന്നപ്പോ പടിപടിയായി ആദ്യ സന്ദർഭത്തിൽ മുലപ്പാൽ മാത്രമേ പറ്റുള്ളൂ. പിന്നെ കുറെ കൂടെ കഴിഞ്ഞപ്പോ മുലപ്പാൽ തന്നെ മാറി. രണ്ടാം ദിവസം മുതൽ തന്നെ മുലപ്പാലിന്റെ എല്ലാ രീതിയും മാറിക്കഴിഞ്ഞു, പോഷകം മാറിക്കഴിഞ്ഞു. അവിടെ നിന്ന് കുറച്ചുകൂടെ കഴിഞ്ഞാൽ ചവച്ചരച്ചത് കഴിക്കാം, പിന്നെ കട്ടിയുള്ളത് കഴിക്കാം, പിന്നെ സ്വന്തം എടുത്ത് കഴിക്കാൻ തുടങ്ങി. എന്നിട്ട് കക്കാൻ തുടങ്ങിയോ നീ എന്നാണ് ചോദ്യം. നിന്റെ ആദ്യ അവസ്ഥ ആലോചിക്കണം. സൂറത്തുൽ ഇൻസാനിൽ ചോദിക്കുന്നുണ്ട്, 36 വയസ്സായ ഈ നൗഷാദ് ചോദിക്കണം, എന്നോട് ചോദിക്കണം, 36 വർഷം മുമ്പ് നീ എന്തായിരുന്നു എന്ന്. ഇത് ഇൻസാൻ എന്ന അധ്യായത്തിലെ ആദ്യം ചോദിക്കുന്ന ചോദ്യം. യാസീനിനോട് ചേർത്ത് വെക്കണം. ഹൽ അതാ അലൽ ഇൻസാൻ, മനുഷ്യന്റെ മേൽ കഴിഞ്ഞു പോയിട്ടില്ലേ? ഹീനും മിനദ്ദഹർ, ഒരു കാലം, ലം യകുൻ ശൈഅൻ മസ്കൂറാ, അവൻ പറയപ്പെടാവുന്ന ഒന്നുമായിരുന്നില്ല, എന്നിട്ട് ഇപ്പോ അഹങ്കരിച്ച് നടക്കുന്നുവല്ലേ എന്ന്. നോക്കൂ നിങ്ങൾ, ഇനിയും പടച്ച തമ്പുരാനെ അംഗീകരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, നിന്നെക്കുറിച്ച് ആലോചിച്ചിട്ടും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരു കാര്യം കൂടെ ആലോചിക്ക്. നീ അധിവസിക്കുന്ന ഭൂമിയും ആകാശവും, അവലൈസല്ലദീ ഖലഖസ്സമാവാതി വൽ അർള്, ഈ ആകാശത്തെയും ആകാശങ്ങളെയും ഭൂമിയെയും ഒക്കെ സൃഷ്ടിച്ചവൻ, ബിഖാദിരിൻ അലാ അൻ യഖ്ലുഖ മിസ്ലഹും, ഇവരെ പോലെ ഇനിയും ഇവരെ വേറെയൊന്നായി ഉണ്ടാക്കാൻ അല്ലെങ്കിൽ പുനർജന്മം നടത്താൻ കഴിയില്ലെന്ന് തോന്നുന്നുണ്ടോ? ഞാൻ മരിച്ച കാര്യങ്ങളൊക്കെ കഴിഞ്ഞു തോന്നുന്നുണ്ടോ? ഇല്ല, അങ്ങനെ ചിന്തിക്കേണ്ടതില്ല. ബലാ വഹുവൽ ഖല്ലാഖുൽ അലീം, അവൻ നന്നായി സൃഷ്ടിക്കാൻ കഴിയുന്നവനാ, എല്ലാം അറിയുന്നവനാ. അവനെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ ഉണ്ടാകും, അത്രയും കഴിവുറ്റവനാണ് പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് യാസീൻ അവസാനിക്കുമ്പോഴേക്ക്, യാസീൻ സൂറത്ത് അവസാനിക്കുമ്പോഴേക്ക് ഈ പ്രഖ്യാപനം നടത്താൻ നിനക്ക് കഴിയണം.
ഓരോ മനുഷ്യരെയും ഉണർത്തുക പടച്ചോൻ. യാസീൻ സൂറത്ത് ഓതി വായിച്ച് പഠിച്ച് തീരുമ്പോ നിനക്ക് ഈ വചനം പ്രഖ്യാപിക്കാൻ കഴിയണം. ഈ സദസ്സ് അത് പ്രഖ്യാപിച്ചാണ് പിരിഞ്ഞു പോകുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനതൊന്നുകൂടെ ആവർത്തിക്കുന്നു എന്ന് നിങ്ങളും ഇത് ആവർത്തിക്കേണ്ടവരാണ്. അഥവാ നമുക്ക് പ്രഖ്യാപിക്കാൻ കഴിയണം. ഇങ്ങനെയൊക്കെ യാസീൻ ഇങ്ങ് വായിച്ചു നോക്കുമ്പോ പറയേണ്ട ഒരു പ്രയോഗമാണ് ഫസുബ്ഹാനല്ലദീ ബിയദിഹി മലകൂതു കുല്ലി ശൈ സുബ്ഹാൻ പരിശുദ്ധമാക്കപ്പെട്ടവനാ പടച്ച തമ്പുരാൻ. അവന് തുല്യനാരുമില്ല. അവനാണെന്നെ സൃഷ്ടിച്ചവൻ, അവനാണെന്നെ വളർത്തുന്നവൻ, അവനാണെല്ലാം കേൾക്കുന്നവൻ, അവനാണെല്ലാം കാണുന്നവനും അറിയുന്നവനും. അതുകൊണ്ട് പടച്ച തമ്പുരാനെ, എന്റെ അല്ലലും അലട്ടലും, എന്റെ വിഷമങ്ങളും പ്രയാസങ്ങളും, എന്റെ ആഗ്രഹങ്ങളും എന്റെ വിഷമങ്ങളും എല്ലാം നിന്നിലേക്കിതാ ഞാൻ സമർപ്പിക്കുന്നു. അലൈക തവക്കൽ, നിന്നിലേക്കിതാ ഞാനെല്ലാം സമർപ്പിക്കുന്നു. ഏത് പ്രയാസം വന്നാലും ഇബ്രാഹിം നബി അഗ്നിയെ തണുപ്പാക്കിയതുപോലെ തവക്കൽതു അലല്ലാഹ് ഹസ്ബിയല്ലാഹ് വനിഅമൽ വകീൽ. സമുദ്രത്തെ മരുഭൂമിയാക്കിയ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞതുപോലെ നമുക്ക് അല്ലാഹു ഉണ്ട്, അവരിൽ തവക്കുൽ ചെയ്യാം എന്ന് പറഞ്ഞതുപോലെ ജീവിതത്തിലെ പ്രയാസങ്ങളും പരിവട്ടങ്ങളും വന്നപ്പോ ഞങ്ങൾ എന്ത് ചെയ്യും എന്ന് ചോദിച്ചപ്പോ പരലോകത്തിന്റെ അവസാന സമയത്തുണ്ടാകുന്ന ഖിയാമത്ത് നാളിലെ ഊത്തിനെ സംബന്ധിച്ച് കേൾക്കുമ്പോ ഞങ്ങളോടെന്ത് പറയാനുണ്ടെന്ന് ചോദിച്ച സഹാബത്തിനോട് പ്രവാചകൻ പറഞ്ഞ ഖൂലൂ ഹസ്ബുനല്ലാഹ് വനിഅമൽ വകീൽ, ഞങ്ങൾക്കല്ല മതി, അവനാഭരമേൽപ്പിക്കാൻ ഏറ്റവും ഉത്തമൻ എന്ന് പ്രഖ്യാപിക്കണം. യാസീൻ കഴിയുമ്പോ ഈ ഒരു അചഞ്ചലമായ അടിയുറച്ച തൗഹീദിന്റെ വിശ്വാസം എനിക്കും നിങ്ങൾക്കും നമ്മുടെ ഉമ്മമാർക്കും നമ്മുടെ മക്കൾക്കും ഉണ്ടാകണം. ഫസുബ്ഹാനല്ലദീ, ആരാണ് സുബ്ഹാൻ? ബിയദിഹി മലകൂതു കുല്ലി ശൈ, സർവ്വതിന്റെയും ഉടമസ്ഥാവകാശം അവനത്രേ. അതുകൊണ്ട് അവൻ സുബ്ഹാനാണ്. നമ്മൾ സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ എന്താന്ന് ഇപ്പോഴും അറിയില്ല. സുബ്ഹാൻ 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 33 പ്രാവശ്യമാണ് ചെല്ലല. അതിലൊരു ആദ്യത്തെ 3 അവസാനത്തെ 3 ഉണ്ടാവും ശരിയായ സുബ്ഹാനല്ലാഹ്. ബാക്കിയൊക്കെ സുബ്ഹാൻ 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 എന്നാ ചെല്ലല്. ചെല്ലാൻ പോലും നമുക്ക് മനസ്സില്ല, കഴിയുന്നില്ല. ഓക്കെ, സുബ്ഹാനല്ലദീ ബിയദിഹി മലകൂതു കുല്ലി ശൈ മാത്രമല്ല വഇലൈഹി തുർജഊൻ, അവനിലേക്ക് നിങ്ങളെല്ലാവരും മടക്കപ്പെടുകയും ചെയ്യും. സഹോദരൻ